നമസ്തേ. നരേന്ദ്ര ഭാരതം പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 ദിവസം രാജ്യത്തിന്റെ ശ്രദ്ധ കേരളത്തിലായിരുന്നു. ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെയും കേരള സന്ദർശനം ദേശീയ തലത്തിൽ തന്നെ ഉറ്റുനോക്കിയതാണ്. ഇരു നേതാക്കളും കേരളത്തിലെ പാർട്ടി പ്രവർത്തകർക്ക് നൽകിയ ആവേശവും ചെറുതല്ല. കേരളത്തിൽ താമര വിരിയുന്ന കാലം വിദൂരമല്ലെന്ന സന്ദേശമാണ് ഇരുവരും നൽകിയത്. പതിവിൽ നിന്ന് വ്യത്യസ്തമായി മുണ്ടെടുത്ത മലയാള തനിമയിലാണ് പ്രധാനമന്ത്രി ഒരിടവേളയ്ക്ക് ശേഷം ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് എത്തുന്നത്. ഊഷ്മളമായ സ്വീകരണം പ്രധാനമന്ത്രിക്ക് മലയാളികൾ നൽകി. വിമാനത്താവളത്തിൽ ഗവർണറും മുഖ്യമന്ത്രിയും നൽകിയ ഔദ്യോഗിക സ്വീകരണത്തിന് പിന്നാലെ കൊച്ചിയെ ഇളക്കിമറിക്കുന്ന സ്വീകരണമാണ് BJP പ്രവർത്തകർ നൽകിയത്. പ്രധാനമന്ത്രിയുടെ വരവ് കേരളത്തിലെ BJP പ്രവർത്തകർക്ക് പുത്തൻ ഉണർവ് നൽകുന്നതാണ്. താഴെത്തട്ട് മുതലുള്ള പ്രവർത്തകരെ ആവേശത്തിലാക്കുന്നതായിരുന്നു കൊച്ചിയിലെ പൊതുപരിപാടി. പ്രതികൂല കാലാവസ്ഥയെ പോലും അതിജീവിച്ച് ആയിരങ്ങൾ നരേന്ദ്രമോദിയുടെ വാക്കുകൾക്ക് കാതോർത്തു. നമസ്കാരം. എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. കേരളം സാംസ്കാരിക വൈവിധ്യം, പാരമ്പര്യവും മനോഹരമായ പ്രകൃതിയും കൊണ്ട് അനുഗ്രഹീതമാണ്. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് പ്രധാനമന്ത്രി ഓണാശംസകൾ നേർന്നു. 20 മിനിറ്റ് മാത്രം സമയം നീണ്ടുനിന്ന പ്രസംഗത്തിന്റെ ഓരോ ഭാഗവും പ്രധാനപ്പെട്ടതാണ്. കേരളത്തിലെ ജനങ്ങൾ BJPയിലാണ് പ്രതീക്ഷ വയ്ക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ സർക്കാരിന് ഇരട്ട എഞ്ചിനാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി കേരളത്തിൽ BJP സർക്കാർ ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകതയിലേക്കും വിരൽ ചൂണ്ടി. राज्यों में भी भाजपा की सरकारें हैं, वहाँ तो तेजी से विकास हो रहा है, क्योंकि डबल इंजन की सरकार है. डबल इंजन की सरकार केरल का विकास को भी नई ऊंचाई पर पहुंचा सकती है. ये भाजपा की ताकत केरल के काम आने वाली है. കേരളത്തിലെ നവോത്ഥാന പരിഷ്കർത്താക്കളെ അനുസ്മരിച്ചാണ് പ്രധാനമന്ത്രി തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. ഋഷി പഞ്ചമിയുടെ പ്രാധാന്യത്തെ സൂചിപ്പിച്ച പ്രധാനമന്ത്രി ആദിശങ്കരനും ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമിയും അയ്യാ വൈകുണ്ഠസ്വാമിയും സാമൂഹ്യമാറ്റത്തിന് വഴിതെളിച്ചതും ചൂണ്ടിക്കാട്ടി. आदि शंकराचार्य जी ने जो परंपरा स्थापित की, उसको केरला से निकली अनेक विभूतियों ने आगे बढ़ाया, उसका विस्तार किया. पूज्य श्री नारायण गुरु, पूज्य श्री चट्टम्पी स्वामीकल, पूज्य श्री अय्या वेंकुट स्वामीकल, पूज्य महात्मा अयंकाली और अन्य गुरुओं ने समाज में फैली बुराइयों को दूर करने में बहुत ही अहम भूमिका निभाई है. ഭാരതത്തെ ആധ്യാത്മികതയുടെ ഐക്യസൂത്രം കൊണ്ട് കോർത്തിണക്കിയ ആദിശങ്കരന്റെ മണ്ണിലെത്താൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കാലടി ആദിശങ്കര ജന്മഭൂമി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ പ്രധാനമന്ത്രി ഏറെ നേരം അവിടെ ചിലവഴിച്ചു.
സംസ്ഥാന സർക്കാർ പ്രതിനിധികൾ ആരും പ്രധാനമന്ത്രിക്കൊപ്പം അവിടെ എത്തിയില്ല എന്നതും ശ്രദ്ധേയമാണ്. പ്രതികൂല കാലാവസ്ഥയെ അവഗണിച്ച കാലടിയിലും പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ ആയിരങ്ങളാണ് അണിനിരന്നത്. കൊച്ചി മെട്രോയുടെ 2ാം ഘട്ട വികസനത്തിന്റെയും റെയിൽവേയുടെയും ഉദ്ഘാടനം നിർവഹിച്ച പ്രധാനമന്ത്രി കേരളത്തിനുള്ള ഓണസമ്മാനമാണെന്നും പറഞ്ഞു. കേരള का कोना कोना ओणम के पावन उत्सव की खुशियों से सरोबार। उत्साह के इस अवसर पर केरला को कनेक्टिविटी से जुड़ी 4,600 करोड़ रुपए से अधिक की परियोजनाओं का उपहार मिला। പ്രധാനമന്ത്രിക്ക് പിന്നാലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൂടി കേരളത്തിലെത്തിയത് പ്രവർത്തകരുടെ ആവേശം ഇരട്ടിയാക്കി. വിമാനത്താവളത്തിൽ ആയിരങ്ങൾ അമിത്ഷായ്ക്ക് സ്വീകരണം നൽകി. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ യോഗത്തിൽ പങ്കെടുത്ത ശേഷം അമിത്ഷാ BJP പട്ടികജാതി സംഗമം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ താമര വിരിയുന്ന കാലം വിദൂരമല്ലെന്ന സന്ദേശമാണ് അമിത്ഷാ നൽകിയത്. കേരളത്തിൽ BJP പ്രവർത്തകനാകാൻ രാഷ്ട്രസ്നേഹത്തിനൊപ്പം സ്വയം ബലിദാനിയാകാനുള്ള ആത്മധൈര്യം കൂടി വേണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്ത് രാഷ്ട്രീയ കൊലപാതകങ്ങൾ തുടർക്കഥയാകുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ പരാമർശം. पूरे देश भर में बीजेपी के काम करने के लिए सिर्फ राष्ट्रभक्ति चाहिए, मगर केरल में काम करने के लिए राष्ट्रभक्ति और बलिदान करने की ताकत और बहादुरी तीनों चाहिए। वो दिन दूर नहीं है जब केरल में भी कमल का निशान का झंडा फहरने वाला। മലയാളികൾക്ക് ഓണാശംസകൾ നേർന്ന അമിത്ഷായ്ക്ക് അനന്തപുരിയിലെ BJP പ്രവർത്തകർ ഓണവില്ല് സമ്മാനിച്ചു. ഇരു നേതാക്കളുടെയും കേരള സന്ദർശനം പാർട്ടി പ്രവർത്തകർക്ക് ആവേശം പകരുന്നതാണ്. താഴെത്തട്ട് മുതൽ പ്രവർത്തനം ശക്തിപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങളാണ് പ്രധാനമന്ത്രി നൽകിയത്. അങ്ങേയറ്റത്തെ അനുഭാവപൂർണമായിട്ടുള്ള സമീപനത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ 2 ദിവസത്തെ സന്ദർശനത്തിലൂടെ മലയാളികൾ കണ്ടത്. പ്രത്യേകിച്ചും കേരളത്തിന്റെ അടിസ്ഥാന വികസന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി വലിയ തോതിലുള്ള നേരിട്ടുള്ള സഹായമാണ് കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകുന്നത്. അനുദിനം തകർന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിൻ്റെ സമ്പദ്ഘടനയ്ക്ക്, കേരളത്തിൻ്റെ വികസനത്തിന്, അതുവഴി പ്രത്യക്ഷവും പരോക്ഷവുമായിട്ടുള്ള സകാരാത്മകമായ വികസനത്തിന്, ഉൽപാദനപരമായ വികസനത്തിന് വളരെയധികം സഹായകരമായിട്ടുള്ള നിലപാടാണ് നരേന്ദ്രമോദി സർക്കാർ സ്വീകരിക്കുന്നത്. കേന്ദ്ര സർക്കാരിനെതിരെ നിരന്തരം രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന് കൃത്യമായ മറുപടിയാണ് ഇരു നേതാക്കളും നൽകിയത്. രാഷ്ട്രീയ ആരോപണങ്ങൾക്കപ്പുറം കേന്ദ്രം കേരളത്തിനായി നടപ്പിലാക്കിയ ക്ഷേമ പ്രവർത്തനങ്ങൾ പ്രധാനമന്ത്രി എണ്ണിപ്പറഞ്ഞു. കേന്ദ്രത്തിനെതിരെയും BJPക്കെതിരെയും രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കാനാണ് ഇടതുപക്ഷവും സർക്കാരും പൊതുവേദികളെല്ലാം ഉപയോഗിക്കുന്നത്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെയടക്കം രൂക്ഷമായ ആരോപണങ്ങൾ നിരന്തരം ഉന്നയിക്കുന്നു. വികസന പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രമെതിരാണെന്ന പ്രചരണം ഇടതുപക്ഷം ശക്തമാക്കി. പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ആരോപണങ്ങൾക്ക് മറുപടി പറയാനുള്ള വേദി കൃത്യമായി ഉപയോഗിച്ചു. भाजपा के नेतृत्व में चल रही केंद्र की NDA सरकार केरल के लोगों की आवश्यकताओं और आकांक्षाओं के प्रति बहुत ही संवेदनशील है. രാജ്യത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലും വനവാസികളിലും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരിലും വികസനം എത്തിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. केंद्र सरकार की सर्वोच्च प्राथमिकता गरीब, दलित, पीड़ित, वंचित, शोषित, आदिवासी सभी तक मूलभूत सुविधाओं को पहुंचाने की है. കൊറോണ കാലത്ത് കിറ്റുകൾ നൽകിയതും ലൈഫ് മിഷൻ വഴിയുള്ള 2 ലക്ഷം വീടുകളിൽ പകുതിയും കേന്ദ്ര സർക്കാർ സഹായമാണെന്നതും പ്രധാനമന്ത്രിയുടെ നാവിൽ നിന്ന് തന്നെ കേരളം കേട്ടു. ദേശീയപാത വികസനത്തിന് 55,000 കോടി രൂപയാണ് കേന്ദ്രം നൽകിയത്.
ആയുഷ്മാൻ പദ്ധതി പ്രകാരം 36 ലക്ഷം രോഗികൾക്ക് സഹായം, 37 ലക്ഷത്തിലധികം കർഷകർക്ക് കിസാൻ സമ്മാൻ നിധി പ്രകാരമുള്ള ധനസഹായം, 1 ലക്ഷത്തിലധികം വീടുകൾ തുടങ്ങി കേരളത്തിനായി കേന്ദ്രം നൽകിയത് നരേന്ദ്രമോദി എണ്ണിപ്പറഞ്ഞു. हमारी सरकार देश के हर गरीब को पक्का घर देने का अभियान चला रही है. प्रधानमंत्री आवास योजना के तहत केरला के गरीबों के लिए भी लगभग 2 लाख पक्के घर स्वीकृत हुए हैं. मुझे खुशी है कि इसमें से 1,30,000 से ज्यादा घर पूरे किए जा चुके हैं. കേരളത്തിലെ അഴിമതി വിരുദ്ധത കപടമാണെന്ന പ്രധാനമന്ത്രി മടി കൂടാതെ പറഞ്ഞു. അഴിമതിക്കെതിരെ നടപടിയെടുക്കുമ്പോൾ രാഷ്ട്രീയ ധ്രുവീകരണം ഉണ്ടാകുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. हम ये भी देख रहे हैं जैसे जैसे भ्रष्टाचारियों पर एक्शन हो रहा है तो देश की राजनीति में नया पोलराइजेशन भी शुरू हो गया है. भ्रष्टाचार और भ्रष्टाचारियों को बचाने के लिए कुछ राजनीतिक दल खुल करके सामने आ गए हैं, संगठित होने का प्रयास कर रहे हैं. देश और केरला के लोगों को ये भ्रष्टाचारियों को बचाने वालों से लगातार सतर्क रहना है. പ്രധാനമന്ത്രിക്ക് പിന്നാലെ ഭാരതത്തിന്റെ ആഭ്യന്തരമന്ത്രി കൂടി കേരളത്തിലെത്തിയത് BJP പ്രവർത്തകർ പ്രതീക്ഷയോടെയാണ് നോക്കിക്കണ്ടത്. BJPയുടെ പട്ടികജാതി സംഗമത്തെ അമിത് ഷാ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. പട്ടികജാതി പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് പൊതുപ്രവർത്തകർ പട്ടികജാതി സംഗമത്തിൽ പങ്കെടുത്തു. मोदी जी की सरकार 8 साल चली है. इस देश में कांग्रेस की सरकार 60 साल चली. ये कम्युनिस्ट भाइयों को भी लगभग 8 साल तक सत्ता में भागीदारी की, मगर दलित समाज, आदिवासी समाज, गरीबों का कभी कल्याण करने का काम नहीं किया, सिर्फ उनके वोट लेने का काम किया. സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനത്തിനായാണ് BJP സർക്കാർ നിലകൊള്ളുന്നതെന്ന് അമിത് ഷാ അടിവരയിട്ട് പറഞ്ഞു. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരുടെ ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികൾ അദ്ദേഹം എണ്ണിപ്പറഞ്ഞു. मैं पूछना चाहता हूं गरीबों की बात करने वाली कम्युनिस्ट पार्टी को और गरीबी हटाओ का नारा देने वाली कांग्रेस पार्टी कि आपने दलित समाज और आदिवासी समाज के लिए, गरीबों के लिए क्या किया, इसका हिसाब किताब लेकर दलित समाज के सामने आपका हिसाब देना चाहिए. നരേന്ദ്രമോദിയും അമിത് ഷായും കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയത് പ്രതീക്ഷയുടെ സന്ദേശമാണ്. രാഷ്ട്രീയ ആരോപണങ്ങൾക്കപ്പുറം കേന്ദ്രം കേരളത്തിനായി ചെയ്ത ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും ഇരു നേതാക്കളും അക്കമിട്ട് ചൂണ്ടിക്കാട്ടി. കേന്ദ്ര പദ്ധതികൾ കേരളം അടിച്ചുമാറ്റുന്നു എന്നതിന് മറ്റൊരു ഉദാഹരണം വേറെയില്ല. ആത്മനിർഭർ ഭാരതത്തിലേക്കുള്ള മറ്റൊരു ചുവടുവയ്പ്പാണ് INS വിക്രാന്ത്. സമുദ്ര വെല്ലുവിളികൾക്ക് ഭാരതത്തിന്റെ ഉത്തരം. ഭാരതത്തിന്റെ യശസ് ഉയർത്തുന്ന വിരാട വിക്രാന്തിനെ പരിചയപ്പെടാം. രാജ്യത്തിന്റെ അഭിമാനം, നാവികസേനയുടെ കരുത്തുറ്റ പോരാളി, ആത്മനിർഭർ ഭാരതത്തിന് ആവേശമായി മാറിയ വിമാനവാഹിനി. यदि लक्ष्य दुरंत है, यात्राएं दिगंत है, समंदर और चुनौतियां अनंत है, तो भारत का उत्तर है विक्रांत. (262 മീറ്റർ നീളവും 62 മീറ്റർ വീതിയും 59 മീറ്റർ ഉയരവുമാണ് INS വിക്രാന്തിനുള്ളത്. ഇന്ത്യയുടെ ആദ്യ വിമാനവാഹിനിയായ INS വിക്രാന്തിനോടുള്ള ആദരസൂചകമായാണ് ഈ വിമാനവാഹിനിക്കും INS വിക്രാന്ത് എന്ന് പേര് നൽകിയത്. विक्रांत विशाल है, विराट है,
विहंगम है, विक्रांत विशिष्ट है, विक्रांत विशेष भी है। विक्रांत केवल एक युद्धपोत नहीं है, ये 21वीं सदी के भारत के परिश्रम, प्रतिभा, प्रभाव और प्रतिबद्धता का प्रमाण है। आज विक्रांत को देखकर समंदर की ये लहरें आह्वान कर रही है, अमर्त्य वीर पुत्र हो, दृढ़ प्रतिज्ञ सोच लो, प्रशस्त पुण्य पंथ है, बढ़े चलो, बढ़े चलो, बढ़े चलो। 30ഓളം എയർക്രാഫ്റ്റുകൾ സജ്ജീകരിക്കാൻ കഴിയുന്ന വിധത്തിലാണ് INS വിക്രാന്തിൻ്റെ ഡെക്ക്. INS വിക്രാന്തിൻ്റെ വലിപ്പം അല്ലെങ്കിൽ വിസ്തൃതി എന്ന് പറയുന്നത് അറൗണ്ട് ഒരു ഹോക്കി ഫീൽഡിൻ്റെ 2.5 ഇരട്ടിയോളം വലിപ്പമാണ്. നമ്മൾ ഈ ബാക്കിൽ കാണുന്ന ഈ റെഡ് ഡോട്ടഡ് ലൈൻസ് ഉണ്ട്, അത് വെച്ചിട്ടാണ് നമ്മുടെ ഈ ഫ്ലൈറ്റ് ഡെക്ക് രണ്ടായി തിരിച്ചിരിക്കുന്നത്. ഒന്ന് പോർട്ട് സെക്ഷനും ഒന്ന് സ്റ്റാർബോർഡ് സെക്ഷനും. സ്റ്റാർബോർഡ് സെക്ഷൻ പാർക്കിംഗ് ഓഫ് എയർക്രാഫ്റ്റ് ആൻഡ് മെയിൻ്റനൻസ് എയർക്രാഫ്റ്റിന് വേണ്ടി മാത്രമാണ് നമ്മൾ സ്പെഷ്യലൈസ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റ് പോർട്ട് സെക്ഷൻ എന്ന് പറയുന്നത് ഓൺലി ഫോർ ലാൻഡിംഗ് ഓൺ ടേക്ക് ഓഫ് വേണ്ടി മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. अब तक भारतीय नौसेना के ध्वज पर गुलामी की पहचान बनी हुई, लेकिन अब आज से छत्रपति शिवाजी महाराज से प्रेरित नौसेना का नया ध्वज समंदर और आसमान में लहराएगा। സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അടക്കമുള്ള ആധുനിക സംവിധാനങ്ങൾ വിക്രാന്തിലുണ്ട്. 3 ഡെക്കുകളിലായി 45 കമ്പാർട്ട്മെൻറ്റുകളാണ് ഹോസ്പിറ്റലിനുള്ളത്. ഓൺബോർഡ് CT സ്കാനുള്ള ഇന്ത്യയിലെ ആദ്യ ഷിപ്പാണ് INS വിക്രാന്ത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ CT സ്കാൻ സെൻറ്റർ എന്ന് പറയുന്നത് 64 സ്ലൈസ് CT സ്കാൻ സെൻറ്ററാണ്. ഇന്ത്യയിൽ തന്നെ ഓൺബോർഡ് CT സ്കാൻ സെൻറ്ററുള്ള ആദ്യത്തെ ഷിപ്പാണ് IAC-1. നമ്മുടെ ഈ മെഡിക്കൽ കോംപ്ലക്സ് എന്ന് പറയുന്നത് 45 കമ്പാർട്ട്മെൻറ്റ്സിലായിട്ട് 3 ഡെക്കുകളിലായിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. 5 മെഡിക്കൽ ഓഫീസേഴ്സും 15 മെഡിക്കൽ സെയിലേഴ്സും നമ്മുടെ യൂണിറ്റിൽ പോസ്റ്റഡ് ആണ്. നമ്മുടെ മെഡിക്കൽ ഫെസിലിറ്റീസ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് പറയുന്നത് ഒരു ഡെൻ്റൽ സെൻറ്റർ, 2 മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, CT സ്കാൻ സെൻറ്റർ, എക്സ്റേ സെൻറ്റർ, അൾട്രാസൗണ്ട് സ്കാനിങ് സെൻറ്റർ, ലബോറട്ടറി ഫെസിലിറ്റി, ഫിസിയോതെറാപ്പി സെൻറ്റർ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, മോർച്ചറി എന്നിവയാണ്. കപ്പലിൻ്റെ കൺട്രോൾ സെൻ്ററാണിത്. എഞ്ചിനീയറിംഗ് വിഭാഗവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ഇവിടെ നിന്നാണ്. ഗ്യാസ് ടർബൈനുകൾ, ശുദ്ധജലത്തിനായുള്ള RO പ്ലാന്റുകൾ ഉൾപ്പെടെയുള്ള എല്ലാ യന്ത്രങ്ങളുടെയും നിയന്ത്രണം ഈ കൺട്രോൾ സെൻ്ററിനാണ്. MiG-29 ഫൈറ്റർ ജെറ്റുകളും കാമോ, റോമിയോ ഹെലികോപ്റ്ററുകളുമായിരിക്കും നിലവിൽ വിക്രാന്തിൻ്റെ ആയുധശേഖരത്തിൽ ഉണ്ടാവുക. MiG-29 പകരമായി റഫേലിൻ്റെ നാവിക പതിപ്പും ബോയിങ് F-18 സൂപ്പർ ഹോണറ്റും ഇന്ത്യൻ നാവികസേനയുടെ പട്ടികയിൽപ്പെട്ടിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. F-18 പരീക്ഷണം നേരത്തെ ഗോവയിൽ നടന്നിരുന്നു. लक्ष्य कठिन से कठिन क्यों न हो, चुनौतियां बड़ी से बड़ी क्यों न हो, भारत जब ठान लेता है तो कोई भी लक्ष्य असंभव नहीं होता है।